ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വളരെ മാരകമായിട്ടുള്ള ഒരു മെഡിസിനാ യാമിനി മേഡത്തിന് അവർ കൊടുത്തോണ്ടിരുന്നത്. മനോനില പൂർണ്ണമായും തെറ്റി മുഴുഭ്രാന്തിലേക്ക് മാറ്റുന്ന ഒരു മെഡിസിൻ. കൊല്ലുന്നതിനൊക്കെ ക്രൂരായത്. ഇത് കൊടുത്തവരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കേണ്ടതാ. എനിക്കതിന് കഴിയും. വണ്ടി എടുത്തോണ്ട് പോയി. BP നോർമലാ. അപ്പൊ അതും ഓക്കെ. ആ മരുന്നെല്ലാം കഴിച്ചിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട് മാഡം? ഇപ്പൊ എല്ലാം കൊണ്ട് ആശ്വാസമുണ്ട് ഡോക്ടർ. നെഞ്ചിനോടുള്ള പരിഭ്രമവും മനസ്സിന്റെ ടെൻഷനും ഒക്കെ മാറിയില്ലേ? എല്ലാം മാറി ഡോക്ടർ. വെരി ഗുഡ്. അപ്പൊ ഇനി പോവാൻ കേട്ടോ. ഇപ്പൊ ഒരു പ്രശ്നമില്ലല്ലോ ചെറിയമ്മേ? ഒന്നുമില്ല മോളെ. വളരെ മാരകമായിട്ടുള്ള ഒരു മെഡിസിനാ യാമിനി മേഡത്തിന് അവർ കൊടുത്തോണ്ടിരുന്നത്. മനോനില പൂർണ്ണമായും തെറ്റി മുഴുഭ്രാന്തിലേക്ക് മാറ്റുന്ന ഒരു മെഡിസിൻ. കൊല്ലുന്നതിനൊക്കെ ക്രൂരായത്. ഇത് കൊടുത്തവരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കേണ്ടതാ. എനിക്കതിന് കഴിയും. വേണോ ഞാനത് ചെയ്യണോ? വേണ്ട. അവര് കൂടപ്പിറപ്പുകൾ തമ്മിൽ തെറ്റും. ഞാനായിട്ടത് ചെയ്യുന്നില്ല. അവർക്കിട്ടൊരു പണി കൊടുക്കേണ്ടതാ. വേണ്ട മോളെ, തൽക്കാലം വേണ്ട. അതെന്റെ ചെറിയച്ചന്. ആഹാ. അങ്ങനെയാണെങ്കിൽ ഈ സത്യം ചെറിയച്ചനും അറിയണ്ട. ഞാൻ പറയില്ല. കയറി വരൂ സർ. യാമിനി മേഡത്തിന്റെ എല്ലാ അസുഖവും മാറി. ഇവിടെ എത്തിച്ചോണ്ട് മാത്രം എല്ലാം ഭേദമായത്. അല്ലെങ്കിൽ ഇതൊരു വളരെ സീരിയസ് ആയ സിറ്റുവേഷനിലേക്ക് പോവായിരുന്നു. താങ്ക് യു ഡോക്ടർ. നന്ദി പറയേണ്ടത് എന്നോടല്ല, ഇവളോടാ, ഋതികയോട്. ഋതിക, 1 മിനിറ്റ്. ഇപ്പൊ യാമിനി, ഋതുമോള് എന്റെ ജീവൻ രക്ഷിച്ച ശേഖരേട്ട. കൃത്യസമയത്ത് എന്നെ ഇവിടെ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഞാൻ എന്നേക്കുമായി ഇല്ലാതാവുമായിരുന്നു. എന്റെ ഋതുമോള്. ഒരു നിമിഷം ഞാനും ഋതുമോളെ തെറ്റിദ്ധരിച്ചു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോണ്ടെന്ന് ഞാനും പറഞ്ഞതാ. ഡോക്ടർ പോവാന്ന് പറഞ്ഞു. നമുക്ക് പോവാൻ ചെറിയച്ച. മോളെ, സോറി മോളെ. ചെറിയച്ചൻ എന്നോട് സോറി പറയുന്നോ? ഇതെന്താ ചെറിയച്ച? മോളി യാമിനിയെ ഹോസ്പിറ്റലൈസ്ഡ് പോയപ്പോ ഞാനും ഒരു വട്ടം എതിർപ്പ് പറഞ്ഞതാ, വേണ്ടെന്ന്. അത് ചെറിയച്ചൻ കാര്യം അറിയാതെ പറഞ്ഞതല്ലേ. അതിനെന്താ കുഴപ്പം? അത് സാരമില്ല, പോട്ടെ ചെറിയച്ച. പക്ഷേ ഇനിയെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വീട്ടിൽ ആർക്ക് എന്ത് അസുഖം വന്നാലും ഡോക്ടറെ വീട്ടിൽ വിളിച്ചു വരുത്തി ചികിത്സിക്കാൻ നോക്കരുത്. ഹോസ്പിറ്റലിൽ കൊണ്ടുവരണം. നമുക്ക് വിശ്വാസമുള്ള ഡോക്ടേഴ്സിനെ കാണിക്കുകയും വേണം. ശരി മോളെ. പക്ഷേ ഇന്നെന്റെ മോള് വന്നില്ലായിരുന്നെങ്കിൽ? അത് പോട്ടെ ചെറിയച്ച, ഞാൻ വരുമല്ലോ. എന്റെ ചെറിയച്ചനും ചെറിയമ്മയ്ക്കും എന്ത് അസുഖം വന്നാലും ഞാൻ വരില്ലേ? ഞാൻ നിങ്ങളുടെ മൂത്ത മോളല്ലേ.
അതിലെന്താ സംശയം? ഋതുമോള് ഞങ്ങളുടെ മൂത്ത മോള് തന്നെയാ. അതെ മോളെ. ശേഖരൻ സാറിനോടാ പറയാനുള്ളത്. യാമിനി മേഡത്തിന് ഇനി ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ നോക്കണം. പിന്നെ എന്നോട് ചോദിക്കാതെ ഒരു ടാബ്ലറ്റും കൊടുക്കരുത്, വാങ്ങി കഴിക്കരുത്. ഇല്ല ഡോക്ടർ. നിങ്ങളൊക്കെ വളരെ എഡ്യൂക്കേറ്റഡ് ആയ മനുഷ്യരല്ലേ? ആരെന്ത് മെഡിസിൻ തന്നാലും അതെന്ത് രോഗത്തിനുള്ളതാണെന്ന് പരിശോധിക്കണം. അതിനല്ലേ ഇന്റർനെറ്റ്. കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ അതിനും കൂടി ഉള്ളതാ. ടെക്നോളജി ഇത്രയും വളർന്നിട്ടും നമ്മൾ കാണിക്കുന്ന ഓരോ ബുദ്ധിമോശങ്ങളെ ഇനി ആവർത്തിക്കില്ല ഡോക്ടർ. ആവർത്തിക്കരുത്. അപ്പൊ ശരി, നീ എന്നെ വിളിക്കല്ലേ ഋതികെ? വിളിക്കാം സ്വാതി. ശരി. ചെരമേ, നമുക്ക് പോവാം. ഹോസ്പിറ്റലിൽ പോയവരെ കാണുന്നില്ലല്ലോ വേണുവേട്ടാ. അവര് വരൂടി. സീരിയസ് ആയിട്ട് കൊണ്ടുപോയതൊന്നുമല്ലോ, ചെക്കപ്പിന് കൊണ്ടുപോയതല്ലേ. അവര് വേഗം വരുവന്നേ. ചത്തുപോയെന്ന് കരുതിയവര് ഞെട്ടി എഴുന്നേക്കുന്നു. പിന്നെ ഒരു കുഴപ്പവും ഇല്ലാത്തവര്. ഇവരിവിടുത്തെ അടുക്കള കയറി ഏതാണ്ട് കട്ടെടുത്ത് തിന്നോണ്ട് വരുവാ. നാണോ മായം വേണ്ടേ? നിങ്ങളോട് ആര് പറഞ്ഞു ഇവിടുത്തെ അടുക്കള കയറാൻ? നീ പോണവിടുന്ന്. ഇതേ എന്റെ വർമ്മ സാറിന്റെ വീടാ. ഞാനും സാറും തമ്മിലുള്ള ഇരിപ്പ് വശം വെച്ചിട്ട് എനിക്ക് ഈ വീട്ടിൽ എവിടെയും കയറാം. കേട്ടോ വേണു അച്ഛനെ? ഞാൻ ആശാനും ശിക്ഷനൊന്നുമല്ല. അല്ല, മുറയനുസരിച്ച് ഞാൻ വിളിക്കേണ്ടത് അച്ഛന്നാ. അത് നിങ്ങൾക്ക് ഇഷ്ടമല്ല. ആ വെറും വേണു എന്ന് വിളിക്കുന്നത് മര്യാദയല്ല. ഓ അതാ ആശാനെ എന്ന് വിളിച്ചത്. അല്ല, ഒരു കാര്യം ചെയ്യാം. ഇന്നു മുതൽ മാഷ എന്ന് വിളിക്കാം. എന്ത് തേങ്ങെങ്കിലും വിളിക്ക്. മരിച്ചവർ എഴുന്നേറ്റ് വന്ന ഒരു കഥ പറയാനാ ഞാൻ തുടങ്ങിയത്. അത് പറയാം. ഇവരുടെ നാക്കടങ്ങിയിരിക്കില്ലേ? ഞാനേ ഞങ്ങളുടെ വീട്ടിന്റെ അടുത്തുള്ള ഒരു ആക്ടോഡൈഡ് രാവുണ്ണിയുടെ 1000 രൂപ പലിശയ്ക്ക് വാങ്ങിച്ചു. അത് ശരി, അമ്മ പഠിപ്പിച്ചു കൊടുത്തതാ മകന് പലിശയ്ക്ക് മേടിക്കല്. എന്നിട്ട് മുതലും പലിശയും മടക്കി കൊടുത്തില്ലായിരിക്കും. അല്ല, മുതല് കൊടുത്ത് 100 രൂപ പലിശ ഞാൻ കൊടുത്തില്ല. രാവുണ്ണി കൊറേ നാളെന്റെ പിറകെ നടന്ന് കൊടുക്കാതിരുന്നപ്പം അയാൾ എന്നെ കൊറേ അശ്ലീലം പറയുകയും ചെയ്തു. അങ്ങനെ വേനലും മഞ്ഞും മഴയുമായി കാലം പതുക്കെ കടന്നുപോയി. ഇതെന്താ കഥാപ്രസംഗോ? അതെ, പ്രശസ്ത കാഥിക കൊച്ചിരാമപുരം കൊച്ചമ്മണി. ചരിത്രം കേക്കടാ. അകലെ